നമസ്തേ, വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് നമുക്ക് സ്ഥിരം പറയുന്ന സസ്പെൻസ് അങ്ങ് ഞാൻ ആദ്യമേ പൊളിക്കാൻ പോവാം. കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ. എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. കാര്യം ഒരുപാട് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിലൊക്കെ നമ്മൾ എന്നാ പറയുക, ഒരു ആഗ്രഹം സാധിക്കാൻ പോവാന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് എൻ്റെ എക്സൈറ്റ്മെന്റ്. കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ആദ്യം തന്നെ പറയാൻ പോവാ, ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത് നമ്മുടെ ഷീലാമ്മയാട്ടോ വരാൻ പോകുന്നത്. ശരിക്കും എന്നാ പറയേണ്ടതെന്നുള്ളത് പോലെ എനിക്കറിയാൻ മേല. ഷീലാമ്മയെ നമ്മൾ ഈ സ്ക്രീനിലൊക്കെ ഞാൻ ഇതുവരെ അമ്മേനെ നേരിട്ട് കണ്ടിട്ടില്ല, ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഷീലാമ്മേനെ ഈ പറഞ്ഞ പോലെ സ്ക്രീനിൽ, അതായത് സിനിമയൊക്കെ അമ്മയുടെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആരാധനയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം നമ്മളൊക്കെ അമ്മേനെ ഒരു റോൾ മോഡൽ ആക്കേണ്ടത് തന്നെ കേട്ടോ, ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. പക്ഷെ അമ്മയുടെ ഒരു ഓറ, ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അമ്മേനെ. ഒരു സ്ക്രീനിലും മറ്റ് പ്രസൻസും ഒക്കെ അറിയുന്ന ഒരാളെ ഞാൻ നേരിട്ട് കാണാൻ പോകുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആങ്സൈറ്റി ഉണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഷീലാമ്മ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞത്, അമ്മ കഴിക്കുന്നത് മീൻ മാത്രമേ ഉള്ളൂ, അതിൽ ഒരു ഇച്ചിരി അമ്മ കഴിക്കത്തുള്ളൂ, ഒത്തിരി ഒന്നും കഴിക്കത്തില്ല. പക്ഷെ എനിക്ക് അതിലിഷ്ടമുള്ളത് അമ്മയ്ക്ക് പൊള്ളിച്ച് അതാ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയ്ക്ക് കരിമീൻ പൊള്ളിച്ചതൊന്നുകൂടെ വെച്ചു കൊടുക്കാം. നമ്മൾ ഇന്നൊരു കുറച്ച് വെറൈറ്റി വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് സെയിമാ. ഇതിന് വേണ്ടിയ സാധനം വേറെ ഒന്നും ഇല്ല എന്നുള്ളത് അറിയാം, നമ്മുടെ വീട്ടിലുള്ള അതേ കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വേഗം മനസ്സിലാക്കും. ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, ഇച്ചിരി കടുക്, ഉലുവ, പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ചെറിയ ഉള്ളി, മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാ, നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ അങ്ങനെ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി, കുറച്ച് പഞ്ചസാര, ഇതൊരു ഇച്ചിരി വിനീഗറാ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് പൊടിയോ ഏതായാലും മതി. പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു കട്ടി തേങ്ങാപ്പാൽ 1 കപ്പ്. പിന്നെ അരപ്പിന് വേണ്ടിയിട്ടുള്ളത് കുറച്ച് സവാള, ഒരു 2-3 സവാള വലുത്. പിന്നെ ഉള്ളത് ഒരു 2 വലിയ തക്കാളി അരിഞ്ഞു വെച്ചേക്കുവാണേ. ഇത്രയും സാധനം വേണ്ടേ. ഇതിന് ഞാൻ മീൻ പൊള്ളിക്കുക എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് നെമ്മീൻ്റെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആഗോലി എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് കരിമീനാണ്. കരിമീൻ ഇസ് ദ ബെസ്റ്റ്. കരിമീനാണ് പൊള്ളിച്ചതിന് ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മീനൊന്ന് വരയണം. അതിന് മുമ്പ് ഞാൻ എൻ്റെ അരപ്പൊന്ന് റെഡിയാക്കട്ടെ. ഈ അരപ്പിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞപ്പൊടി, നമ്മൾ മീൻ പെരട്ടാനായിട്ട് എടുക്കത്തില്ലേ അത്, കുറച്ച് മുളക് പൊടി, പിന്നെ വേണ്ടിയത് 2-3 ചെറിയ ഉള്ളി മസ്റ്റല്ല, എന്നാലും ഇട്ടോ നല്ല ടേസ്റ്റാ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി, ഒരു കഷ്ണം ഇഞ്ചി, അതായത് ഇത്രയും വേണ്ട എന്നാലും കുഴപ്പമില്ല അല്ലേ, ഇത്രയും മീനില്ലേ വലുതാ, അതുകൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ ചേർക്കുക. 2-3 അല്ല, ഒരു 3-4 വെളുത്തുള്ളി എടുത്തോ. അതിൻ്റെ കൂടെ പുളിക്കായിട്ട് ഒരു ഹാഫ് അടപ്പോ, അത് നമ്മുടെ വിനീഗറിൻ്റെ അടപ്പില്ലേ, അതിനൊരു 1/2 അടപ്പ് ഇതിനകത്തോട്ട് ഒഴിക്കുക. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഇത് അരയ്ക്കാനായിട്ട് ഒരു ഇച്ചിരി വെള്ളം. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മീന് ഒന്ന് വരഞ്ഞു വെക്കണം, എന്നാലേ അരപ്പ് അതിനകത്തുള്ള എല്ലാ അരപ്പ് പിടിക്കുള്ളേ. ഓക്കെ, നമുക്ക് ഈ അരപ്പ് എന്നാന്നറിയോ, ഈ മീനേൽ നല്ലതായിട്ടൊന്ന് പെരട്ടുക. ആക്ച്വലി പ്ലേറ്റിനകത്തോട്ടൊക്കെ നമ്മളിട്ട് പറ്റുന്നതിനെക്കാട്ടിലും ഏറ്റവും എളുപ്പം എന്നാന്നറിയോ, ഒരു വലിയ പാത്രത്തിലോട്ട് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തേച്ച് അരപ്പെല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടേച്ച് ഒന്നിച്ചങ്ങ് പുരട്ടി എടുക്കുന്ന ഏറ്റവും നല്ലത്.
ചെറിയ ഇത്രയും അരപ്പ് തന്നെ എടുക്കണം എന്നില്ല. ചെറുതായിട്ടൊരു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും മാത്രം ചേർത്ത് പുരട്ടിയാലും മതി. പക്ഷെ ഇതൊക്കെ എൻ്റെ ഒരു തൃപ്തിയാട്ടോ, ഇത്രയും അരപ്പെടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ മീന് ഒന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കുറേ നേരത്തെ തന്നെ അരപ്പ് പുരട്ടി വെച്ച് മീനെ പിടിച്ചൊക്കെ വരണം, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. പക്ഷെ ഇന്നിപ്പം ഞാൻ ചെയ്യുന്ന ആകാംക്ഷയുടെ പുറത്തും ഭയങ്കര ഒരു നിറവോടുകൂടിയും ചെയ്യുന്നതുകൊണ്ട് ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ഏറ്റവും നന്നായി വരണേ എന്നുള്ള പ്രാർത്ഥനയും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് ഈ മീന് നമ്മളൊന്ന് വറുത്തെടുക്കാവേ. കുറച്ച് എണ്ണ കൂടുതലിരുന്നാലും കുഴപ്പമില്ല. എന്നാന്നറിയാവോ, നമ്മൾ പിന്നെ അരപ്പുണ്ടാക്കാനായിട്ടും ഈ സെയിം എണ്ണ തന്നെ ഉപയോഗിക്കത്തുള്ളൂ. ഇനി വെളിച്ചെണ്ണ നല്ല ചൂടാവാതെ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്നാ പറയുക, അതിന് ചിലപ്പോൾ പാനയിൽ അടി പിടിക്കും. ഇനിയിപ്പം വറുത്തെടുക്കുമ്പോൾ ഒത്തിരി മൊരിയാനും പാടില്ല, എന്നാൽ ഒരു ഇച്ചിരി മൊരിയും വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരപ്പിനകത്തോട്ട് ചേർക്കുമ്പോഴത്തേക്കുണ്ടല്ലോ മീൻ പൊടിഞ്ഞു പോകും. ഈ മിക്സി ഇനി കഴുകണ്ട, കാര്യം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് അരപ്പെടുക്കാനും ഇത് വേണം. പിന്നെ മീൻ വറുക്കുമ്പം എപ്പോഴും ഇച്ചിരി കറിവേപ്പില ഇട്ടേച്ച് വറുത്താൽ നല്ലതെന്ന് പറയുവല്ലേ, ഇട്ടേക്കാം അല്ലേ. അല്ലെങ്കിലും അരപ്പിനകത്ത് ഇടണം, പക്ഷെ എന്നാലും നമ്മൾ ഇച്ചിരി കഴുകി വെച്ചേക്കുക. ഓക്കെ, ഇതൊന്ന് നല്ല മൊരിഞ്ഞു വരട്ടെ. ഒരുപാട് അങ്ങ് മൊരിയണ്ട, ബട്ട് സ്റ്റിൽ എന്നാലും ഒരിച്ചിരി മൊരിയണം. ഈ 3 മീനും വറുത്തെടുത്തേ. ഇനി ഇതിനകത്ത് ഈ മൊരിഞ്ഞു വന്നേക്കുന്ന സാധനങ്ങളൊന്നും കളഞ്ഞേക്കരുത്, ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളതാണ്. അതായത് നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ഇത് എല്ലാം അതിനകത്തോട്ട് തിരിച്ച് നമ്മൾ ഇടും. അപ്പം എന്തറിയോ, ഭയങ്കര ടേസ്റ്റാ. ഇനിയിപ്പം ഇത്രയും എണ്ണ മതിയോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ഇത് മതി. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചാലും പറ്റിയല്ല. നമ്മുടെ ഉള്ളി ഇതിനകത്ത് കിടന്ന് വാടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുവേ. വാടുക ഇൻ ദ സെൻസ് നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പോൾ ദേ ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ സവാള ചേർക്കുക. സവാള വഴറ്റുമ്പോഴും ഒരു ഇച്ചിരി കറിവേപ്പില ഇതിനകത്തോട്ട് ഇടുക. ഈ സവാള വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു പുതിയ അരപ്പരയ്ക്കണം. അതായത് മസാലയിലോട്ട് ചേർക്കാനുള്ള അരപ്പാണേ. അപ്പൊ അതേ മിക്സി തന്നെ എടുക്കുന്നത്. അതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് ഒരു ശകലം കടുക്. ഒരുപാട് ഇടണ്ട, ഒരു നമ്മളിങ്ങനെ ഈ കുറച്ചിങ്ങനെ കൈവച്ചെടുക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ശകലം കടുക്, ഒരു 1/4 ടീസ്പൂൺ വെച്ചോളൂ. അതേപോലെ തന്നെ ഉലുവ ഒരു 1/4 ടീസ്പൂൺ. ഉലുവ ഒന്നും ഒരുപാട് കൂടരുത്. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. മുളക് പൊടി എത്ര എടുത്തോ അതിൻ്റെ തന്നെ മല്ലിപ്പൊടി എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, 2 ചെറിയ ഉള്ളി, പിന്നെ വേണ്ടിയത് ഒരു കഷ്ണം ഇഞ്ചിയ അതിട്ടു. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ഇട്ടു. പിന്നെ വേണ്ടിയത് കുറച്ച് പഞ്ചസാര ഒരുപാടല്ല, ഒരു 1/4 ടീസ്പൂൺ തന്നെ അത് ഇട്ടാൽ മതി. പിന്നെ അതേപോലെ ഒരു ഇച്ചിരി വിനീഗർ. നമ്മൾ തക്കാളി ചേർക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിച്ചു. ഇനി ഇതൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് അരയ്ക്കണേ. ഓക്കെ, ഇതാണ്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചിട്ടുണ്ട്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഉള്ളി നല്ലതായിട്ട് വഴറ്റി
അതേപോലെ തക്കാളിയും അതേപോലെ വഴന്നതിന് ശേഷം വേണം നമ്മൾ ആ അരപ്പിടാനായിട്ട്. ഉള്ളി ഒരു ഓൾമോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തക്കാളി ഇടാം കേട്ടോ. ഇനി ഇതിന് പച്ചമുളക് ഇടുന്നവരുണ്ട്, എരിവ് അനുസരിച്ച് പച്ചമുളക് കീറിയിടാം. അരയ്ക്കരുത്, ഇത് ഒന്നെങ്കിൽ അരിഞ്ഞിടാം അല്ലെങ്കിൽ അരച്ചിടാം. ഈ രണ്ടായിട്ട് കീറിയിടുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇടാം. ഇപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു പച്ചച്ചൊവ മാറി വരുന്നു. ബ്രൗൺ എന്നുള്ള രീതി നമ്മൾ നോക്കുക ചെയ്യരുത്. കാര്യം വെച്ചാൽ മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ വറുത്തുകൊണ്ട് അതിന്റെ നിറം അങ്ങനെ ആവുന്ന, അല്ലാതെ പെട്ടെന്ന് കയറി അത് മൂക്കുന്നൊന്നും അല്ല. ഇനി ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ തക്കാളിയും കൂടെ ഇടുക. നമ്മൾ എത്ര ഉള്ളിയും എത്ര തക്കാളിയും ചേർക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ മീനിനകത്തുള്ള അരപ്പ് പൊതിഞ്ഞിരിക്കുന്നത്. ഒരുപാട് അരപ്പ് പൊതിഞ്ഞിരിക്കവും വേണ്ട, കുറച്ച് മതി. കാര്യം അല്ലെങ്കിൽ നമ്മൾ അരപ്പ് മാത്രം കഴിക്കേണ്ടി വരും, മീനിനകത്തോട്ട് മീനിന്റെ ഒരിത് വരികയില്ല. ഇപ്പൊ മീൻ പെട്ടാൻ നേരമുള്ള ഉപ്പ് മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്തുള്ള ഉപ്പ് ചേർക്കാം. നല്ലതായിട്ടൊന്ന് വഴറ്റണം. മീൻസ് അതൊരു വെള്ളം എന്താ പറയാ, തക്കാളിയുടെയും ഉള്ളിയുടെയും ഒക്കെ ഒന്ന് വെള്ളം പറ്റിയിട്ടേ ആ ഉള്ളിയും തക്കാളിയും ഒന്ന് വാടി തുടങ്ങത്തുള്ളൂ. അപ്പൊ അതിനുള്ളൊരു ക്ഷമ നമ്മൾ എത്രയായാലും വേണം. ഇനിയിപ്പോ ഇത് വാടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ സമയം എടുക്കുള്ളൂ. എൻ്റെ ഒരു ആങ്സൈറ്റിയും എൻ്റെ ധൃതിയും എൻ്റെ ഒരു ആകാംക്ഷയും എല്ലാം കൂടെ കൊണ്ട് തീ എന്നെ പേടിക്കണമെന്നൊന്നുമില്ലല്ലോ, എൻ്റെ സാഹചര്യം ഈ അടുപ്പറിയണം എന്നൊന്നുമില്ലല്ലോ. അത് അതിൻ്റെതായ സമയത്തല്ലേ അത് വാടത്തുള്ളൂ. ഇനി എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാ. ഇനി നമ്മൾ ഈ ചേർത്തേക്കുന്ന അരപ്പിന്റെ ഒരു പച്ചച്ചൊവ ഒന്ന് മാറിയാ കിട്ടിയാൽ മതി. ഇത് വലിയ താമസമില്ല, കുറച്ച് സമയം എടുക്കുള്ളൂ. ഈ അരപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം നോക്കണം. വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. തൈര് വേണ്ട, അതിനനുസരിച്ച് നമുക്കിപ്പം 2 തരം തക്കാളി കിട്ടുവേ. എന്നതാണെന്നറിയോ, ഒന്ന് വലിയ തക്കാളിയും ഒന്ന് എന്താ പറയാ നാടൻ തക്കാളി എന്ന് പറയും. ആ നാടൻ തക്കാളിക്ക് കുറച്ച് പുളി കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തക്കാളി ഇതിനകത്ത് ചേർത്തേച്ചാൽ മതി. തൈര് വേണ്ട, മീനും തൈരും ചേരുകയല്ലെന്നല്ല എപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തൈര് വേണ്ട. ഒന്നെങ്കിൽ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര്, വേറെ ഒന്നും പുളിക്കായിട്ട് ചേർക്കില്ല. ഇനിയിപ്പം ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൊടംപുളി ചേർക്കാം കേട്ടോ. കൊടംപുളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഓക്കെ, നമ്മുടെ അരപ്പിന്റെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് അതിന്റെ പരുവ്. കാര്യം ഒരിക്കലും നമ്മളൊരു കറി ഉണ്ടാക്കുമ്പോഴോ എന്തുണ്ടാക്കിയാലും അതിന്റെ ഒരു ഫിനിഷിങ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ആ അരപ്പിന്റെ ഒരു പച്ചച്ചൊവ മറ്റേ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇത്രയും മെനക്കെടുന്നതിന് ഒരു അർത്ഥവും ഇല്ലാതായി പോവും. അപ്പൊ ചെയ്യുന്നത് ഒരു കറിയാണെങ്കിലും അത് ആ പൂർണ്ണതയോടുകൂടി തന്നെ ചെയ്യുക. അതാ നോക്കിയേ, ഞാൻ ഒരു നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം വറ്റി ആ എണ്ണയെല്ലാം തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് ചേർക്കണം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം നമുക്ക് ഇതിന് വേവ് എന്ന് പറയുന്ന സാധനം ഇനി അരപ്പിനില്ല. അപ്പൊ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മീന് ഈ തേങ്ങാപ്പാലിന്റെ കൂട്ടും ഈ അരപ്പിനകത്തും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സ് തിളക്കണം. ഇത് മറിച്ചിടാനോ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്യാൻ പോകരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ കരിമീൻ ഒന്ന് ഇത് എന്താ പറയാ, വെള്ളം നമ്മൾ തേങ്ങാപ്പാലിനകത്ത് ചേർക്കുമ്പോൾ അത് വെള്ളത്തിനകത്തോട്ടല്ലേ പോകുന്നത്. അപ്പൊ അത് പെട്ടെന്ന് സോഫ്റ്റ് ആകും. സോഫ്റ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ മറിക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഷ്ണം പൊടിഞ്ഞു പോകും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലയിൽ പൊതിയാൻ നേരം ബാക്കി അരപ്പ് അതിന്റെ മേളിലോട്ട് വെച്ചിട്ട് തവയിൽ ചുട്ടെടുക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ ആ അരപ്പ് മറ്റേ സൈഡിലേക്ക് നല്ലോണം പിടിച്ചോളൂ. പിന്നെ ഭയങ്കര എക്സ്പേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, മറിച്ചും തിരിച്ചുവിടാൻ പറ്റുവാണെങ്കിൽ ഇട്ടോളൂ. എനിക്ക് ചില സമയമൊന്നും അത്രയും കോൺഫിഡൻസ് എത്താറില്ല. അതുകൊണ്ട് കരിമീൻ ചെയ്യുമ്പോൾ ഞാൻ പിന്നെ ആ റിസ്ക് എടുക്കാറില്ല. പിന്നെ നെമ്മീനിലൊക്കെ ചെയ്യുവാണെങ്കിലും അല്ലെ കൊഞ്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെയും ആ റിസ്ക് ഫേസ് ചെയ്യാം. ആക്ച്വലി എന്നിട്ട് ഈ അരപ്പ് നമ്മൾ ഈ മീനിന്റെ പുറത്തോട്ട് കുറേശ്ശെ അങ്ങ് തേച്ച് വെച്ചേച്ചാൽ മതിയേ. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് അടച്ചിടുക.
റെസിപ്പി ചെയ്ത് തീരാറാകുമ്പോൾ കുറച്ചുകൂടെ നെഞ്ചിങ്ങനെ പടപടപടാ ഇടിക്കുന്നുണ്ട്. കാര്യം അറിയാലോ, എൻ്റെ ഒരു ശീലാമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു ആങ്സൈറ്റിയുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് ചെയ്യുന്ന കാര്യം നല്ലതായിട്ട് വരണേ എന്നുള്ള തമ്പുരാനോട് പ്രാർത്ഥനയോടുകൂടി മീനാ വെച്ചത് നമുക്കൊരു കാര്യം ചെയ്യണം. ഇതിനി എന്നാ ചെയ്യണമെന്നറിയോ, കുറച്ചു നേരം ഒരു 5 മിനിറ്റ്സോളം ഒന്ന് അടച്ചിട്ടേച്ച് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഈ കാണുന്ന വെള്ളം മുഴുവനും ആ മീനയിൽ അങ്ങ് പിടിക്കും. എന്നിട്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു വാഴയുടെ തുമ്പലയില്ലേ, തുമ്പല എടുത്തേച്ച് വാട്ടണം. നല്ലോണം വാട്ടിയേച്ച്, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട ഇതേ ഈ സൈസിനുള്ള തുമ്പല എടുക്കുക. എന്ന് വെച്ചാൽ നല്ലോണം വാട്ടിയതിന് ശേഷം നമ്മൾ മിഡിലായിട്ട് ആദ്യം കുറച്ച് അരപ്പ് വെക്കുക. അതിനുശേഷം അതിൻ്റെ മേളിൽ മീൻ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേളിൽ അരപ്പ് വെക്കുക. ഇത് തന്നെ ഉള്ളൂ. എന്നിട്ട് നല്ല വാഴനാര് വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ട്വൈനൂലോ ഏതെങ്കിലും വെച്ച് നല്ലോണം കെട്ടുക. കെട്ടിച്ച് ഇതിൽ നിന്ന് തന്നെ എണ്ണ ഊറാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അത് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ തവയിലേക്ക് ഒഴിച്ച് ഒന്ന് ചുട്ടെടുത്താൽ മതി. എന്തായാലും എനിക്ക് ആ പ്രൊസീജിയർ ചെയ്യാൻ കുറച്ച് സമയം വേണം. അതേപോലെ ഇതിനകത്തൊരു മീനിന്റെ മണം നല്ലോണം ഉണ്ട്, വൃത്തിയാക്കുകയും വേണം. ഷീലാമ്മയെ കാണുമ്പോൾ നല്ലതായിട്ട് എന്താ പറയാ, എൻ്റെ ഒരു ആങ്സൈറ്റി ഞാൻ എത്ര പറഞ്ഞാലും തീരുവല്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് അമ്മയായിട്ട് നമുക്ക് കാണാം എന്നാ. നമസ്തേ അമ്മ. അമ്മയ്ക്ക് ഒരു വലിയ നമസ്തേ. അതായത് അതിനേക്കാൾ വലിയൊരു നമസ്തേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക്, ഒരു അമ്മ എന്ന നിലയ്ക്ക്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ പ്രേക്ഷകരും ഭയങ്കര ബ്ലെസ്ഡ് ആണ് അമ്മ. ഇന്ന് അമ്മ ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം സംസാരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച്, അമ്മയ്ക്ക് ഇച്ചിരി ആയിരിക്കും, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. സത്യം, താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ ആനീസ് കിച്ചൻ കാണാറുണ്ട്. എന്താന്ന് പറയാ, ആദ്യം കാണാൻ കാരണം എത്ര ഡ്രസ്സുകളാണ്, എങ്ങനെ ഇത്രയും ഡ്രസ്സുകൾ മാനേജ് ചെയ്യുന്നത്, എനിക്ക് അതാണ്. എങ്ങനെ റിയലി നല്ല ഡ്രസ് സെൻസ് ഉള്ള ആളാണ് കേട്ടോ. നന്നായിരുന്നു ഡ്രസ്സുകളൊക്കെ. അമ്മ ആർട്ടിസ്റ്റായിട്ട് തുടങ്ങി ഇത്രയും കാലഘട്ടത്തിൽ അമ്മ ഇന്നും ഒരു എന്താ പറയാ, ഒരു അമ്മയ്ക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര പോസിറ്റീവാണ് അമ്മ. അമ്മ വരുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ഓറയുണ്ട്. ആക്ച്വലി അമ്മ ആ ഒരു ഓറയുടെ സീക്രട്ടാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. അയ്യോ, എല്ലാം നിങ്ങളുടെ എല്ലാം പ്രേക്ഷകരുടെ ഒക്കെ സ്നേഹമാണ്, വേറെ ഒന്നും പറയാനൊക്കില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നും കേട്ടോ. ഇങ്ങനെയൊക്കെയാണോ ഞാനെന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നും. എനിക്കറിയില്ല, എന്നെക്കുറിച്ച് തന്നെ എനിക്കറിയില്ല. അപ്പം അമ്മ എനിക്ക് ചോദിക്കാനുള്ള, അമ്മ ഒരു കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങിയപ്പം അമ്മ ഫിലിമിലേക്ക് വന്നു, ഇന്ന് ഡിജിറ്റലായിട്ട് നിൽക്കുകയാണ്. അമ്മ ഒരു വലിയ ജേണിയാണ് അമ്മയുടെ ലൈഫിൽ അമ്മ കണ്ടേക്കുന്നത്. ആ ഒരു ജേണിയെക്കുറിച്ച്, ഒരു ചേഞ്ച് ഇൻ ഫിലിംസ്, ചേഞ്ച് ഇൻ സിനിമ, അമ്മയ്ക്ക് ഒരു നല്ലൊരു വിക്ടിമാണ് അമ്മ. അതിനെക്കുറിച്ചൊന്ന് അമ്മ പറയുമോ ഞങ്ങളോട്? ഞാൻ കൂടെ തന്നെ ഉള്ളത് കാരണം ഇപ്പം നിങ്ങളെ ദിവസം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ വണ്ണം വെച്ചോ മെലിഞ്ഞോ നമുക്കറിയില്ല. അതുപോലെ സിനിമ ആദ്യം മുതലേ എത്രയും കൊല്ലമുള്ളത് കാരണം സിനിമ ഇങ്ങനെ വളർന്ന് കൂടെ തന്നെ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് അതെങ്ങനെയാണ് വലിയൊരു മാറ്റം എന്നൊക്കെ പറയാൻ അറിയില്ല. അന്ന് വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, പിന്നെ കളർ പടങ്ങളായി, പിന്നെ വന്ന് എല്ലാം ഡിജിറ്റലായി. അന്നൊക്കെ വന്ന് ഫിലിമായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന കാലത്ത് ടേക്ക് 2 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പേടിയാണ്. കാരണം ഫിലിമിന്റെ വില ഇന്നൊക്കെ ഇതല്ല, ഓർഡിനറി ഇതായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ടാമത്തെ ടേക്ക് എടുക്കും, അയ്യോ പേടി. പിന്നെ മൂന്നാമത്തെ ടേക്ക് ആകുമ്പോൾ ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ മുഖത്ത് നോക്കും, പ്രൊഡ്യൂസറിന്റെ പൈസ പോവല്ലേ, അല്ല ഫിലിമല്ലേ. ആ കാലഘട്ടം മുതൽ ഇപ്പോൾ വളരെ ഈസിയാണ് വാസ്തവത്തിൽ സിനിമ വിട്ടു നിന്നു കുറച്ചു കാലം. അപ്പോൾ അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നു. പിന്നെയാണ് ഞാൻ പറഞ്ഞത്, അയ്യോ ഇനി കുറേ പേര് ചോദിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പടത്തിൽ അഭിനയിക്കണം. കുറേ പടങ്ങൾ ഞാൻ മിസ് ചെയ്തു, വാസ്തവത്തിൽ മിസ് ചെയ്തു. പക്ഷേ എനിക്ക് അന്നൊന്നും ഇതൊരു ഞാൻ മിസ് ചെയ്തു എന്നുള്ളൊരു വേദനയൊന്നുമില്ല. ഞാൻ എൻ്റെ മനസ്സോടുകൂടിയാണ് ഞാൻ മാറി നിന്നത്. പിന്നെ വിളിക്കുമ്പോൾ ഞാൻ വേണ്ടെന്ന് പറയും. അപ്പോൾ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. കാരണം ആ മോൻ പഠിച്ച് അവന് കല്യാണം ആവുന്നവരേക്കും ഞാൻ പിന്നെ അഭിനയിച്ചില്ല.
അപ്പോൾ അവൻ പറയും, അമ്മ ഇപ്പോൾ വന്ന് സിനിമ വളരെ ഈസിയാണ്, പണ്ടത്തെ പോലെയൊന്നും ഡയലോഗൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഒരാൾ പുറകെ നിന്നെല്ലാം പറഞ്ഞു കൊടുക്കും, മോണിറ്റർ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളത് കേട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഡബ്ബിങ് ആണെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ ഫുൾ ഒരു സീൻ ഞങ്ങൾ ഇപ്പോൾ 8 പേര് ഉള്ളൊരു ഒരു സീനാണെങ്കിൽ 8 മൈക്കുണ്ടാവും, ഞങ്ങൾ 8 പേരും കൂടി നിന്ന് ഇങ്ങനെ സംസാരിക്കണം, ഒരുമിച്ച് നിന്ന് സംസാരിക്കണം. ഒരാൾ തെറ്റിയാ പിന്നെ ആദ്യം മുതൽ തുടങ്ങി. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഭയങ്കര ഈസിയാണമ്മ, ഒന്ന് അഭിനയിച്ചു നോക്കൂ, ഒരുപാട് അഭിനയിച്ചു നോക്കുന്നു. ഞാൻ പറഞ്ഞു അഭിനയിക്കേയില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുവാണ് സത്യനന്ദിക്കാട് എന്നെ വിളിച്ച് ഒരു പടത്തിൽ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അമ്മ അമൃതാനന്ദമയ്യെ പോയി കണ്ടത്. അമ്മ ആശ്രമത്തിൽ പോയാണ് അമ്മയെ കണ്ടത്? ആശ്രമത്തിൽ പോയി. ചെന്നൈയിൽ വന്നിരുന്നു. അമ്മ ചെന്നൈയിലുള്ളപ്പോഴാണ് ഈ പാട്ട് പാടുന്ന കൃഷ്ണേന്ദ്രൻ ഒരു ഭാര്യ, അവരാണ് എന്നെ കൊണ്ടുപോയത്. അവിടെ പോയിട്ട് കാണുന്നത് ഞാൻ കണ്ടിട്ട് ഞാൻ അമ്മയോടൊക്കെ കുറേ സംസാരിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിൻ്റെ അകത്ത് വേണ്ടെന്ന് തന്നെ ആയിരുന്നു, പിന്നെ തിരിച്ചു വരാൻ പാടില്ല തന്നെ ആയിരുന്നു. പക്ഷെ അമ്മ പറഞ്ഞു, ഷീല എന്നുള്ള ജന്മം വന്ന് ഒരു നടിയാണ്, നിങ്ങൾ എന്ത് തന്നെ അമ്മയായാലും സിസ്റ്റർ ആണെങ്കിലും എന്തൊക്കെ വേറെ, പക്ഷെ നിങ്ങൾ നടിയായിട്ട് മരിക്കുന്ന വഴിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അമ്മയെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ ഞാൻ സത്യനെ വിളിച്ചു പറഞ്ഞു, സത്യനന്ദിക്കാട് വിളിച്ചു പറഞ്ഞു, മനസ്സിനക്കരെ എന്നുള്ളൊരു പടം ഉണ്ടല്ലോ, ആ പടം കണ്ടിട്ടുണ്ടോ പടം? ആ പടത്തിൽ ഞാൻ അഭിനയിക്കാമെന്ന് പറഞ്ഞു. അതിൽ അഭിനയിക്കാൻ ഞാൻ സമ്മതിച്ചോടനെ ഉടനെ ഇത് നമ്മുടെ ശ്യാം പ്രസാദ് വിളിച്ചു, ആ പടത്തിൽ അഭിനയിക്കുന്നുണ്ടല്ലോ, അപ്പൊ എന്റെ പടത്തിൽ അഭിനയിക്കണം. അങ്ങനെയാണ് 2 പടം ഒരുമിച്ചായിരുന്നു. അമ്മയോട് പറഞ്ഞ പോലെ തന്നെയാണ് അമൃതാനന്ദമയി അമ്മ എന്നോട് പറഞ്ഞത്, ഈ ഷോ ചെയ്യണം, ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് ഒരു കുക്കറി ഷോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. ആ ഒരൊറ്റ പേരിലാണ് അമ്മ ഞാനും ഈ ഷോ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ രണ്ടുപേരും കൂടി എന്തോ ഒരു അമ്മയായിട്ട് എന്തോ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ഒരു പുണ്യം നമ്മൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അമ്മേനെ അനുസരിച്ച് ഞാൻ ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ അമ്മ പറഞ്ഞതിന് മറുവാക്ക് പറയാനില്ല, അപ്പൊ അതങ്ങ് അനുസരിച്ചു. ഓക്കെ, അപ്പൊ അങ്ങനെ അമ്മ രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങി. അമ്മ ഫസ്റ്റ് അമ്മയുടെ വരുന്ന സമയത്ത്, അമ്മ ഫിലിമിലേക്ക് വരുന്ന സമയത്ത്, ഫിലിമിലേക്ക് വരിക എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് പ്രശ്നമാണ്, ബന്ധുക്കളുടെ ഇടയിൽ പ്രശ്നമാണ്, ഭയങ്കര ഇന്നത്തെ പോലെയൊന്നല്ല. അന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ ആൾക്കാർ മുഴുവനും ഞങ്ങളെ പിണ്ടം വെച്ചതുപോലെ മാറ്റിക്കളഞ്ഞു. ഇന്ന് വരയ്ക്ക് അവരെന്നോട് സംസാരിച്ചിട്ടില്ല. അച്ഛൻ്റെ കൂടെ ജനിച്ചവർ 10 പേരാണ് കൂടപ്പുറപ്പുകൾ അച്ഛൻ്റെ കൂടെ. പക്ഷെ ഇന്ന് വരയ്ക്കും അവരെത്രയോ പിള്ളേരുണ്ടെന്ന് പറയുന്നു. അവർക്കൊക്കെ എത്ര പിള്ളേരുണ്ടാവും? പിള്ളേർ അങ്ങനെ എത്ര പേരുണ്ടാവും? ആരും ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല. അമ്മേൻ്റെ ആൾക്കാർക്കൊക്കെ ഒന്നും വലിയ വിരോധമില്ലായിരുന്നു, ഞങ്ങൾ സംസാരിച്ചു. അത് കാരണം അന്നൊക്കെ എതിർത്ത് നിന്നിട്ടും അമ്മ വന്നപ്പം വന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. അല്ല, അപ്പൊ അമ്മയുടെ മനസ്സ് മാറിയില്ല? എന്റെ മനസ്സൊന്നും എൻ്റെ അമ്മ എന്ത്, എനിക്ക് 13 വയസ്സന്ന് അഭിനയിക്കാൻ വരുമ്പോ സ്കൂളിൽ പഠിച്ചോണ്ടെങ്കിൽ അമ്മ എന്ത് പറയുന്നു അത് കേട്ടു. അഭിനയിക്കാൻ പറഞ്ഞു, അഭിനയിച്ചു. അതൊരു വലിയ കാര്യമായിട്ടൊന്നല്ല, ചുമ്മാ പോയി നിൽക്കാൻ പറഞ്ഞാൽ അത് അഭിനയിച്ചു എന്നല്ലാതെ എനിക്കതിലൊരു വലിയ താല്പര്യം അങ്ങനെയൊന്നും ഒരു പിന്നെ കുറേ 8 പടങ്ങൾ 10 പടങ്ങളൊക്കെ ആയപ്പോഴാണ് ഇത് സിനിമ, നമ്മൾ അഭിനയിക്കണം, നമുക്ക് കുറേ പേര് നമ്മളെ നോക്കുന്നുണ്ട്, നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് സൗന്ദര്യം വേണം എന്നൊക്കെ ഒരു. അമ്മയ്ക്ക് എങ്ങനെ ഈ ഓഫർ വന്നമ്മ? അമ്മ എങ്ങനെ ഫിലിമിലേക്ക് വന്നത് എങ്ങനെയാ വെച്ചാൽ, എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരിയായിരുന്നു SS രാജേന്ദ്രൻ എന്ന് പറഞ്ഞൊരു നടനുണ്ടായിരുന്നു. തമിഴിൽ അങ്ങേര് വലിയൊരു നടനാണ്. അങ്ങേര് 3 ഭാര്യമാരുണ്ട്. അതിൽ ആദ്യത്തെ ഭാര്യ പങ്കജവലി എന്നാണ് പേര്. അവരാണ് എൻ്റെ അമ്മയോട് ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അവരെല്ലാം ഒരു ഡ്രാമയ്ക്കോ ഷൂട്ടിങ്ങിനോ എന്തോ വന്നിരുന്നു അവിടെ ഊട്ടിയിൽ വന്നപ്പോൾ. അപ്പോൾ എൻ്റെ അമ്മ പോയി കണ്ടിട്ട് സംസാരിച്ചപ്പോൾ എൻ്റെ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറച്ച് എൻ്റെ അച്ഛനൊക്കെ കുറച്ച് പ്രശ്നമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് പോയി എന്നെ കണ്ടു അവർ. അപ്പോൾ ഭയങ്കര മെലിഞ്ഞിരുന്നു ഞാൻ. ഇതിനൊന്ന് വണ്ണം വെച്ച് എടുപ്പിച്ചതിന് സിനിമയിലൊക്കെ അഭിനയിപ്പിക്കാം, ഞാൻ വേണമെങ്കിൽ അത് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരാണ് എന്നെ ആദ്യമായിട്ട് ചെന്നൈയിലോട്ട് ഞങ്ങൾ വരുന്നതും. പിന്നെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്നറിയോ, ഇന്നത്തെ നടികളെല്ലാം മെലിയാൻ വേണ്ടി അങ്ങ് എന്ത് പാടാണ് പെടുന്നത്. അന്നുള്ള എല്ലാവർക്കും നല്ല വണ്ണം വേണം. നല്ല അന്നത്തെ പഴയ അംബിക, പിന്നെ വന്ന് സാവിത്രി, ഭാനുമതി എന്നൊക്കെ പറഞ്ഞാൽ നല്ലത്ര വണ്ണമുണ്ട്. അവർക്ക് 10-35 വയസ്സുണ്ടാവും. പക്ഷെ അവർ ബുക്ക് മേടിച്ചുകൊണ്ട് കോളേജിൽ പോകുന്ന പോലെയൊക്കെ ഉണ്ടാവും സീനുകൾ.
അപ്പോൾ അവർക്കൊക്കെ എനിക്ക് വണ്ണം വെപ്പിക്കണം. അപ്പോൾ ദിവസം എനിക്ക് എഗ്ഗിൻ്റെ മഞ്ഞളെടുത്ത് ഇങ്ങനെ അതിൽ നെയ്യിട്ട് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക. ഭയങ്കര തീറ്റ എനിക്ക് എങ്ങനെയെങ്കിലും വണ്ണം വെപ്പിക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഡെക്കോഡോറിബൈൻ എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ആ ഇഞ്ചക്ഷൻ ഇട്ടു എനിക്ക് വണ്ണം വെക്കാൻ വേണ്ടി. ആ ഇഞ്ചക്ഷൻ ഇട്ടു. നല്ല കാലം 1-2 ഇഞ്ചക്ഷനോട് കൂടി നിർത്തി. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ജീവിതത്തിലും ഞാൻ അങ്ങനെ തന്നെ നല്ല വണ്ണം വെച്ചേനെ. അങ്ങനെയൊക്കെ വണ്ണം വെപ്പിച്ചിട്ടാണ് ഞാൻ ബാക്കി ജാതകം. ആദ്യം എന്നെ ബുക്ക് ചെയ്തത് അവരുടെ ഒരു നാടകം, SS രാജേന്ദ്രൻ്റെ ഒരു നാടകം. ആ നാടകം തെൻപാണ്ടി വീരൻ എന്നൊരു പടം. എനിക്ക് അന്നൊക്കെ തമിഴ് അറിയില്ല. മലയാളം പറഞ്ഞുകൊണ്ട് വീട്ടിലൊക്കെ മലയാളം, തമിഴ് അറിയില്ല. അപ്പോൾ ഞാൻ ഒരു ശില്പിയുടെ മകളാണ്. കണ്ട ഒരു സ്റ്റാച്ചുവിന് പോലെ ഇങ്ങനെ നിൽക്കണം. അധികം സംസാരമൊന്നുമില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഈ വടക്കം വീരൻ കഥയിലൊക്കെ ഇടില്ലേ, അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നിൽക്കണം. അങ്ങനത്തെ ഒരു വേഷമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഡ്രാമ അവിടെ ചെന്നൈയിൽ വലിയൊരു രാജ അണ്ണാമലൈ മണ്ഡപം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ആദ്യത്തെ ഷോ നടത്തുന്നത്. അപ്പോൾ അത് കാണാനായിട്ട് MGRും രാമണ്ണ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഡയറക്ടർ, ഇന്നത്തെ മണിരത്നം എന്നൊക്കെ പറയില്ലേ, അത് അത്ര ആ സ്റ്റേജിലുള്ള ഡയറക്ടറും കൂടി ഈ ഡ്രാമ പ്രൊസീഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുക. അവരിത് കണ്ടപ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പാസം എന്നൊരു പടമാണ്, അതിൽ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് എന്താണെന്ന് വെച്ചാൽ എന്നെ 3 കൊല്ലത്തേക്ക് അവർ എഗ്രിമെൻ്റ് ഇട്ടു. SS രാജേന്ദ്രൻ്റെ ഓരോ കമ്പനിയിൽ ഞാൻ എന്ത് അഭിനയിച്ചാലും എത്ര പണം കിട്ടിയാലും പകുതി അവർക്ക് കൊടുക്കണമെന്ന്. കമ്മീഷൻ ബേസ്. അങ്ങനെ പകുതി അവർക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ ഈ പാസം എന്നുള്ള പടത്തിൽ അന്നത്തെ എത്രയോ കൊല്ലത്തിന് മുമ്പ് എനിക്ക് 3000 രൂപ കിട്ടി. അതിൽ പകുതി അവരെടുത്തു. ഒറ്റ ഡ്രാമയെ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ, ഒരു ഡ്രാമ. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തൊക്കെ 3000 രൂപ, 1500 രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അവർ ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് അവിടെ നടക്കുന്നു. വാഹിനി സ്റ്റുഡിയോ എന്നൊരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു. അപ്പോൾ P. ഭാസ്കരൻ മാസ്റ്ററും സത്യൻ സാറൊക്കെ അവർ അടുത്ത ഫ്ലോറിലാണല്ലോ അവിടെ ഷൂട്ടിംഗ് ഒക്കെ, ഫ്ലോറിലാണ് ഷൂട്ടിംഗ്. അപ്പോൾ ആരോ പറഞ്ഞ ഒരു മലയാളി പെണ്ണ് അടുത്ത ഇതിൽ ഷൂട്ടിങ്ങിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കാണാനായിട്ട് അവർ വന്നു. അപ്പോൾ ഭാസ്കർ മാസ്റ്റർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സത്യ മാസ്റ്റർ പറഞ്ഞു, അയ്യോ ഇതൊരു കൊച്ചല്ലേ, ഇതിൻ്റെ കൂടെ ഒക്കെ ഞാൻ എങ്ങനെ അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാം, പൊക്കമുണ്ടെങ്കിൽ മാത്രം മതി, ബാക്കിയെല്ലാം നമുക്ക് ടൈലറും അവരവരൊക്കെ കൊണ്ടെല്ലാം ശരിപ്പെടുത്തിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം തന്നെ, ആദ്യത്തെ ഡ്രാമയിൽ ആദ്യത്തെ ദിവസം ആദ്യത്തെ തമിഴ് പടത്തിൽ നിന്ന് ആദ്യത്തെ മലയാളം പടത്തിലേക്ക് പോയി. പിന്നെ അങ്ങോട്ട് എനിക്ക് തിരിച്ച് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഡേ അത് തമിഴ് മലയാളം അങ്ങനെ അഭിനയിച്ചു തുടങ്ങി. അഭിനയിച്ചു തുടങ്ങി. അന്ന് പാസ് എന്നുള്ള പടം 2 ലാംഗ്വേജിൽ എടുക്കുന്നു. അതായത് തമിഴും തെലുങ്കിലും. തമിഴിൽ FG രാമചന്ദ്രൻ, തെലുങ്കില് NT രാമറാവു. അപ്പൊ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തെലുങ്കിൽ ചെയ്യുന്നത് ശാരദയായിരുന്നു. നമ്മുടെ ശാരദയില്ലേ, ശാരദയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണെന്നറിയോ, അന്നത്തെ റേറ്റിന് വേറെ ഒരു ഭാഷയിൽ ഒരു പടം എടുക്കാൻ വെച്ചാൽ ഇപ്പോൾ ഒക്കെ റൈറ്റ്സ് ഒക്കെ മേടിച്ച് അങ്ങനെയല്ലേ മേടിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ ഈ ലൈറ്റപ്പിൽ ഞാൻ നിങ്ങളിരുന്ന് സംസാരിക്കുന്നു. അപ്പൊ ഞാനും MGRും കൂടെ ഞാൻ ചോറ് വിളമ്പുന്ന ഒരു ഷോട്ട്, അവിടെ ശാരദയും അവിടെ ഇരിക്കുകയാണ്, ശാരദയും NTR രാമറാവും. ഈ ഷോട്ട് കഴിഞ്ഞോടെ ഞങ്ങൾ 2 പേരും പോയി അങ്ങോട്ടിരിക്കും, അവർ 2 പേരും വന്ന് ഇവിടെ ഇരിക്കും. അപ്പൊ ആ ലാംഗ്വേജിൽ അവർ തെലുങ്കിൽ അവർ സംസാരിക്കും. അത് കഴിഞ്ഞാൽ ഞങ്ങൾ തമിഴിലോ സംസാരിക്കും. അങ്ങനെയാണ് റീമേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അന്നത്തെ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ക്യാമറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതായത് കറുത്തൊരു തുണി ഇങ്ങനെ പൊത്തിച്ച് വെച്ചിരിക്കുന്നത്, അതെന്താ സാധനം ചോദിച്ചു ഞാൻ. അവർ പറഞ്ഞു അത്താൻ ക്യാമറ എന്ന് പറഞ്ഞവര്. അതുപോലെ എനിക്കറിയില്ലായിരുന്നു. ശരിക്കും അമ്മയ്ക്ക് ഫസ്റ്റ് അഭിനയിക്കുമ്പോ അമ്മ അഭിനയിക്കുന്ന ഇതുവരെ ചെയ്തിട്ടുമില്ല. പക്ഷെ അമ്മയ്ക്ക് അതിനെ പറ്റി ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയില്ല. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഇത്രയും വലിയൊരു ഫിലിം ഒരു പേടിയുമില്ല. എനിക്ക് MGR അറിയില്ല. ഞാൻ സിനിമയെ കണ്ടിട്ടില്ല. ഒരു സിനിമ കണ്ടിട്ടുണ്ട് പണ്ടെങ്ങാണ്ടും ഒരു സിനിമ ചെറുപ്പത്തിൽ. പിന്നെ സത്യൻ സാർ ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇപ്പോൾ അബ്ദുൽ കലാം എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അവരോട് ഒരു ഭയങ്കര ഒരു മര്യാദയൊക്കെ തോന്നുള്ളൂ. അവരെ പറ്റി അറിഞ്ഞില്ലെങ്കിലോ അറിയില്ല. അത് കാരണം എനിക്ക് യാതൊരു പേടിയില്ല. അഭിനയിക്കാനും പേടിയില്ല. അഭിനയിക്കാനും പേടിയില്ല. എനിക്ക് വലിയ താല്പര്യമില്ല അഭിനയിക്കാനൊക്കെ. അയ്യോ,
വലിയ പക്ഷേ എന്ത് ചെയ്യാൻ അമ്മ അഭിനയിക്കാൻ പറഞ്ഞു, അഭിനയിച്ചു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അഭിനയിക്കേണ്ടി വന്നു. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ആ ലൈഫ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല? പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പിന്നെ മെരിലാൻഡ് അൾത്താര എന്നൊക്കെ ഒരു പടത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിയായിട്ടൊക്കെ അഭിനയിച്ചത്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് സിനിമ എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ കാണുന്നതാണല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ ഇതിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ, കാശ് മാത്രമല്ലല്ലോ എന്നൊക്കെ പിന്നെയാണ് എനിക്ക് ഒരു പഠിക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് 3 ഫിലിം അമ്മ ഡയറക്ട് ചെയ്തത്. അപ്പം ഈ ഒരു ഇത്രയും പ്രതിഷേധം ഇവിടെ ഉണ്ടെങ്കിലും അമ്മ അതിനെപ്പറ്റി ചിന്തിക്കാതെ ഐ ക്യാൻ ഡയറക്ട് എ മൂവി എന്ന് അമ്മ തീരുമാനിക്കുക. ഈ കോൺഫിഡൻസ് ലെവലൊക്കെ അമ്മ എങ്ങനെയാ വെച്ചാൽ എനിക്ക് ഈ ഡയറി എഴുതുന്ന പരിചയം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പൊ ഡയറി എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് എഴുത്തിലൂടെ നമുക്ക് താല്പര്യം വരും, എഴുതാൻ തോന്നും. അത് കാലത്ത് എഴുന്നേറ്റ് ഞാൻ നോക്കിയപ്പോൾ പുറത്തിലുള്ള മരത്തിൽ ഒരുപാട് കിളികളുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുതില്ല നമ്മൾ. അങ്ങനെ ഞാൻ കഥ എഴുതാൻ തുടങ്ങി. കൊച്ചു കഥകളൊക്കെ എഴുതി. അപ്പോൾ ഞാൻ ഷോട്ട് കഴിഞ്ഞാൽ ഞാൻ പുറത്ത് പോയില്ല. ഒരു ഷോട്ട് ഇപ്പോൾ ഈ ഒരു ഷൂട്ടിങ് നടക്കുമ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞോണ്ട് ഒരു ഷോട്ട് കഴിഞ്ഞോണ്ട് എല്ലാവരും പുറത്ത് പോയിരുന്ന് സംസാരിക്കും. ഞാൻ ഇരുന്ന് ഇങ്ങനെ നോക്കും, ഈ ഡയറക്ടർ എന്ത് ചെയ്യുന്നു, ഈ ക്യാമറ എന്ത് ചെയ്യുന്നു, എത്ര ട്രോളി ഇടുന്നു, എവിടെയാണ് ക്ലോസപ്പ് വെക്കുന്നത്, എവിടെയാണ് ലോങ് ഷോട്ട് വെക്കുന്നത്, എവിടെയാണ് സിനിമയെ പഠിക്കാൻ. അത് ഒരു പഠിക്കാൻ വേണ്ടിയല്ല, ഇൻട്രസ്റ്റ് എനിക്ക്. ഇപ്പം നമുക്ക് ചില കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് തോന്നി, അത് പറയുക ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കാൻ തുടങ്ങിയതാ. അപ്പോൾ ഞാൻ സത്യൻ സാറോട്, അടുത്ത സത്യൻ സാറൊക്കെ ഉണ്ടാവും, ഞാൻ പറയും, ഇവിടെ ഒരു ക്ലോസപ്പ് വെക്കണ്ടേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കാര്യം പറയുമ്പോൾ ഒരു ക്ലോസപ്പ് വേണ്ടേ സാറെന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ വേറെ ജോലിയില്ല, നമുക്ക് വന്ന് അഭിനയിച്ച് നമുക്ക് പോവാമെന്നൊക്കെ സത്യൻ സാറും പറയും. അവരാരും ഡയറക്ടർ അല്ലാതെ പറയാതല്ല ഒരു കാര്യത്തിൽ ഇടപെടത്തില്ല. പക്ഷെ ഞാൻ ഇവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബാംഗ്ലൂരിൽ ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് പോയിരുന്നു. അവിടെ ഒരു വീട് നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയുള്ള ഒരു വീട്. കാർപ്പറ്റൊക്കെ ഇത്രയും പൊക്കമുള്ളൊരു കാർപ്പറ്റൊക്കെ ഉള്ളൊരു നല്ല, ആ സ്ത്രീ വെച്ചാൽ ആ വീട്ടിലുള്ള അമ്മ ഒരു മാസത്തിലൊരു പ്രാവശ്യം എല്ലാം വന്ന് മാർബിളിലുള്ള താഴെയൊക്കെ വന്ന് വൈറ്റ് കാർപ്പറ്റ് മാർബിളുള്ള ഇതൊക്കെ വെച്ചിട്ട് ചെയ്യും. ഒരു അടുത്ത മാസം ഒന്ന് മുഴുവനും വന്ന് എല്ലാം ബ്രാസിൽ റീഅറേഞ്ച് ചെയ്യും. അവർക്ക് വീടിൻ്റെ അകത്ത് സ്വർഗം പോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വീട് വല്ലവർക്കൊക്കെ കാണിക്കണം, മലയാളികളെ കാണിക്കണം എന്ന് അവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കും, ഞങ്ങളുടെ വീട്ടിലെ ഷൂട്ടിങ് ഇന്നൊക്കെ വാടക കൊടുക്കണമല്ലോ. അന്നൊന്നും വാടകയൊന്നും വേണ്ട, അവർ കെഞ്ചി നമ്മുടെ വീട്ടിൽ വന്ന് ഷൂട്ടിങ് എടുക്കണമെന്ന്. അങ്ങനെ അവരുടെ വീട്ടിൽ ഷൂട്ടിങ്ങിന് പോയിരുന്നു ഞങ്ങൾ. സീൻസൊക്കെ എടുത്ത് ഞാൻ, നസീർ സാറ്, സത്യൻ സാറ് എല്ലാവരും ഉള്ള ഒരു പടമായിരുന്നു. അപ്പം അതിലൊരു വലിയൊരു ഡയറക്ടറിൻ്റെ പേര് പറയില്ല. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഒരു 2 ദിവസം ഷൂട്ടിങ്, ഒരു ദിവസം ലാസ്റ്റ് ദിവസത്തിൻ്റെ ഷൂട്ടിങ് സമയത്ത് ഞങ്ങളെ കാത്തിരിക്കുന്നു, ഡയറക്ടർ വരുന്നില്ല. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഡയറക്ടർ വന്നടാവാടെ ആ കാർപ്പറ്റിൽ അങ്ങനെ അങ്ങ് ഛർദ്ദിച്ചു. അയ്യോ, ആ സ്ത്രീയാണെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് നെഞ്ചു വേദന വന്നു. പോലെ വെക്കുന്ന വീടാണ്. അവർ പറഞ്ഞു, നോ ഇനി നിങ്ങൾ ഈ വീട്ടിൻ്റെ അകത്ത് ഷൂട്ടിങ് എടുക്കാൻ പാടില്ല, ഇപ്പം നിങ്ങളെല്ലാം പുറത്ത് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കുണ്ടാക്കിയവര്. അപ്പം ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഷൂട്ടിങ് അത് കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ഡയറക്ടറെ പിടിച്ച് കൊണ്ടുപോയി കാറിലിട്ടിട്ട് കൊണ്ടുപോയി റൂമിലോട്ട് കൊണ്ടുപോയി. അപ്പം ആരും ഇത് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ സത്യൻ സാർ എന്നോട് പറഞ്ഞു, ഷീല എപ്പോഴും പറയില്ലേ ഈ ഷോട്ട് ഇങ്ങനെ വെക്കണം, ഈ ഷോട്ട് ഇങ്ങനെ വെക്കണം, ഇനി 3 സീനുണ്ട്, ചെറിയ സീനാണ്, 3 സീനുണ്ട്, ഷീല തന്നെ ഡയറക്റ്റ് ചെയ്തത്, ഞങ്ങൾ അഭിനയിക്കാമെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു 11 മണി മുതൽ 6 മണി ടൈം ആ സ്ത്രീ കൊടുത്തിരിക്കുക, 6 മണിക്ക് മുമ്പ് 3 സീന് ഞാൻ തീർത്തു. അവിടെ ആദ്യത്തെ എല്ലാവരും ഒരു ഫുൾ ഷോട്ട് എടുക്കും. ഇപ്പോൾ സീരിയൽ എടുക്കുന്നില്ല, അതുപോലെ ഫുള്ളായിട്ട് സീൻ മുഴുവനായിട്ട് എടുക്കാൻ പറഞ്ഞു. പിന്നെ ക്ലോസപ്പ് വെച്ചു, പിന്നെ സജീഷൻ ഷോട്ട് വെച്ചു, ഇങ്ങനെ വെച്ച് ആ ലാസ്റ്റ് കഴിഞ്ഞോണ്ട് എല്ലാവരും കൂടി കൈത്തട്ടി. വെരി ഗുഡ്. എനിക്കപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്കൊരു നടിയേക്കാൾ വലിയ സന്തോഷമായി പോയി, എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. ഉടനെ പാക്കപ്പായി ആ സ്ത്രീയോട് ഞങ്ങളെല്ലാം കൂടി മാപ്പൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ വന്നു. പിറ്റേ ദിവസം ആ ഡയറക്ടർ വന്ന് എൻ്റെ അടുത്ത് വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞു. ഇന്ന് ഇപ്പോൾ ഇതിലൊക്കെ ഇതുണ്ടല്ലോ, അതല്ല, അന്നൊക്കെ വ്യൂ ഫൈൻഡറിലാണ് ഞങ്ങൾ നോക്കുന്നത്. ഇങ്ങനെ ഏതാണ്, എങ്ങനെയാണ് ഈ ഷോട്ട് ഇവിടെ എങ്ങനെയെന്ന് പറയും.
ആ വ്യൂ ഫൈൻഡർ കൊടുത്ത് എൻ്റെ കയ്യിൽ കൊടുത്തു. ഇനി നിങ്ങൾ ഡയറക്റ്റ് ആയിക്കോളൂ കേട്ടോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു സാർ സോറി, ഞാൻ അതിനുവേണ്ടി ഇവരെല്ലാം കൊണ്ട് പറഞ്ഞത് കാരണം എടുത്തത്, ഞാൻ സാറിന് പകരക്കാരിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് അങ്ങനെ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ പിന്നെ എഴുതുമെന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് യക്ഷഗാനം എന്നുള്ളൊരു പടം. ഇപ്പോൾ അരൺമനയിൽ നിന്നൊക്കെ വന്നില്ലേ ഒരു പടം, അതാണ് യക്ഷഗാനം. ആ യക്ഷഗാനം എന്നുള്ളൊരു പടം വന്ന് കഥ എഴുതി, അത് സ്ക്രീൻ പ്ലേ എഴുതി, ഡയലോഗ്സ് മാത്രം വേറെ ഒരാൾ വന്ന് എസ് എൽ പുരമാണ് ഡയലോഗ്സ് എഴുതിയത്, വയലാർ വർമ്മയാണ് അതിൻ്റെ ലിറിക്സ് എഴുതിയത്, പാട്ട് വന്ന് വിശ്വനാഥൻ, MS വിശ്വനാഥൻ പാട്ടായിരുന്നു. എല്ലാം ഇത് വെച്ചിട്ട് ഞങ്ങൾ ചെയ്താൽ മധു സാറിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ നാസീർ സാറും അവർക്ക് ഭയങ്കര ബിസി. മധു സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു പടം എടുക്കണമെന്നുണ്ട്, ഡേറ്റ്സ് തരുമെന്നോ. തരാമല്ലോ, കഥ കേൾക്കണ്ടേ? കേൾക്കണ്ട, ശരിയല്ലേ പറയുന്നത്, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞു മധു സാർ. അങ്ങനെ മധു സാർ ആയിരുന്നു അതിലെ ഹീറോ. എല്ലാ ആർട്ടിസ്റ്റും, അന്നത്തെ ഉള്ള എല്ലാ ആർട്ടിസ്റ്റും അഭിനയിച്ചൊരു പടമായിരുന്നു. അങ്ങനെ ആ പടം ഭയങ്കര ഹിറ്റായിരുന്നു. നല്ല ആ പടമാണ് 1000 ജന്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ, എൻ്റെ ഒരു കഥ തമിഴിൽ പഞ്ചവരണാചലം എന്ന് പറഞ്ഞ്, അത് കണ്ണദാസ് എന്ന് പറയുന്ന ഒരാളുടെ സഹോദരനാണ് പഞ്ചവരണാചലം. അങ്ങേര് വന്ന് എൻ്റെ അടുത്ത് കാശും കൊടുത്ത കഥ മേടിച്ചു. ഈ കഥ നല്ല കഥ. അങ്ങനെയാണ് 1000 ജന്മങ്ങൾ. അതിൻ്റെ ഒരു ചെറിയ ട്വിസ്റ്റാണ് അരൺമന 2, അരൺമന 3 ഒക്കെ. ഞാനിപ്പം ആദ്യം അമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അമ്മയുടെ ആ ഒരു പോസിറ്റിവിറ്റി, അമ്മയുടെ ഒരു ഓറ മീൻസ് അമ്മയുടെ ജീവിതത്തിലും സ്ട്രഗിൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു, അമ്മ എങ്ങനെ അത് ഓവർകം ചെയ്ത് സ്റ്റിൽ മെയിൻറ്റെയിനിങ് ദ പോസിറ്റിവിറ്റി ആൻഡ് ഓറ എന്ന് പറയുന്നത്, ലെറ്റ് ഗോഡ് ബ്ലെസ് ഹർ. അത് ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അമ്മ എന്നോട് ഇന്ന് സ്പെഷ്യലായിട്ട് പറഞ്ഞത് അമ്മയ്ക്ക് മീൻ പൊള്ളിച്ചത് വേണമെന്നാ പറഞ്ഞേ. അമ്മയ്ക്ക് തരണ്ടേ ഞാനത്? ഈ വർത്താനം മാത്രം പറഞ്ഞാൽ പോരാ അമ്മ. അമ്മയ്ക്ക് ഇഷ്ടമുള്ള കരിമീൻ പൊള്ളിച്ചത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അമ്മയ്ക്ക് ഞാൻ ഫുഡ് തരുന്നതിന് മുമ്പേ അമ്മയോട് ഒരു കാര്യം ചോദിച്ചാൽ അമ്മയ്ക്ക് വിഷമം തോന്നോ? എന്താ അത് വിഷമം തോന്നാൻ? എനിക്ക് വിഷമം തോന്നുന്നില്ല. അതായത് അമ്മയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്നാ അമ്മ? അത് മാത്രം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലല്ലേ ഞാൻ പറഞ്ഞു. എന്താന്നറിയോ, അമ്മനെ നോക്കി വെച്ച് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. എന്റെ ദൈവമേ, അനി ഇങ്ങൊന്നും പറയില്ല. അമ്മ ശരിക്കും ആക്ടിങ് അല്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും വേറെ ഇഷ്ടമുള്ള ഹോബീസ്, പെയിന്റിങ്ങോ അല്ലെങ്കിൽ റീഡിങ് ബുക്സ്, പാട്ട് കേൾക്കുക? ഒരു കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു ഞാൻ, എഴുതും വായിക്കുമായിരുന്നു. പക്ഷേ ഈ മൊബൈലിൽ ഈ യൂട്യൂബ് വന്നതിന് ശേഷം എല്ലാം അതിൽ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കഥകളാണെങ്കിലും എല്ലാം അതിൽ വരുന്നു, അത് കാണും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് പെയിൻറ്റിങ് ആണ്. അഭിനയത്തിനേക്കാൾ ഇഷ്ടം എനിക്ക് പെയിൻറ്റിങ് ആണ്. ചെറുപ്പം മുതലേ എനിക്ക് പെയിൻറ്റിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ 13 വയസ്സ്, അതിനു മുമ്പ് തന്നെ എനിക്ക് ഒരു 5-6 വയസ്സ് മുതലേ അന്നൊക്കെ സ്ലേറ്റ് ആയിരുന്നു. സ്ലേറ്റിൽ ഒരുപാട് വരയ്ക്കുമായിരുന്നു. പിന്നെ നോട്ട്ബുക്കിൽ വരയ്ക്കുമായിരുന്നു. അതിനുവേണ്ടി എൻ്റെ അച്ഛൻ ഒരുപാട് എന്നെ തല്ലിയിട്ടുണ്ട്. അത് നോട്ട്ബുക്കിൽ എഴുതുന്ന നോട്ട്ബുക്കിലൊക്കെ വരച്ച് ഒരു പൂച്ച, ആ പൂച്ചേന്റെ വയറ്റിന്റെ തിന്നൊരു പൂച്ച, ഇനി പൂച്ചേന്റെ ഓക്കെ. അപ്പൊ ശരിക്കും എന്തെങ്കിലും ഇപ്പൊ ഒരു പെയിന്റിങ്സ് ചെയ്തിട്ട് എക്സിബിഷനിൽ വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട്? ഞാൻ 3 എക്സിബിഷൻ വെച്ചിട്ടുണ്ട്. അതായത് ലീ മെറിഡിയനിൽ വെച്ച് ഒരു എക്സിബിഷൻ, ആദ്യത്തെ എക്സിബിഷൻ. അവിടെ ഒരു 110 പെയിന്റിങ്സ്, എല്ലാം 3x4, 3x2, എല്ലാം അക്രിലിക്. ആദ്യമൊക്കെ ഞാൻ ചെയ്തതെല്ലാം ഓയിൽ പെയിന്റിങ് ആയിരുന്നു. ഓയിൽ പെയിന്റിങ് വെച്ചാൽ ഉണങ്ങാൻ ഒരുപാട് സമയമാവും, ഉണങ്ങി കിട്ടത്തില്ല. നമുക്ക് ഒരു മൂടുണ്ടെങ്കിൽ ഇതൊക്കെ വരയ്ക്കാനൊക്കെ ഉള്ളു. അപ്പോൾ ഉണങ്ങി കിട്ടി വരുമ്പോഴേക്കും അത്. പിന്നെ സെക്കൻഡ് ഒരു എക്സിബിഷൻ ചെയ്തു, ഞാനത് US അത് ചെയ്തത്. മൂന്നാമത്തെ കാലിക്കറ്റിൽ ഒരെണ്ണം ചെയ്തു. അതിൽ കിട്ടിയ കാശ് മുഴുവനും ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയാണ് ഞാൻ ഡൊണേറ്റ് ചെയ്ത് എല്ലാം ചെയ്തു. ഇപ്പോഴും വല്ലപ്പോഴും ഒരിക്കൽ വരയ്ക്കും. എൻ്റെ അടുത്ത് റൂമുണ്ട്, ഒരു സ്റ്റുഡിയോ മാതിരി ഒരു ചെറിയ റൂമുണ്ട്. അതിൻ്റെ അകത്ത് അതിൻ്റെ ഫ്രെയിമും അതും ഇതും എല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ. അമ്മ ആരാധകരുമായിട്ട് എങ്ങനെയായിരുന്നു അമ്മ ആസ് എ സെലിബ്രിറ്റി? ആരാധകരും മറക്കാനാവാത്ത അനുഭവം വെച്ചാൽ ഈ ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഈ ഇടയ്ക്ക് ഞാനിപ്പോൾ ഒരു 2 മാസത്തിന് മുമ്പ് ഞാനിവിടെ എടത്തുവാ പോയിട്ട് വരുന്ന വഴിക്ക് അവിടെ ഒരു
ഒരു ഗേറ്റില്ലേ, ഇത് ട്രെയിനൊക്കെ വരുമ്പോൾ ഗേറ്റ് അടയ്ക്കില്ല, എന്താ ലെവൽ ക്രോസിങ് ഗേറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ചായക്കട. ഒരാൾ വന്ന്, ഒരു 10-50 വയസ്സുള്ള ഒരാൾ മുണ്ടൊക്കെ ഇങ്ങനെ കട്ടിപ്പിടിച്ച് ഇങ്ങനെ സിഗരറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ കാറിൽ കണ്ടുടനെ അയാൾ പെട്ടെന്ന് സിഗരറ്റ് ഇട്ട് മുണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അമ്മ എന്ന് പറഞ്ഞില്ല. ആ ഒരു നിമിഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്തൊരു നിമിഷമാണ്. ആ ഒരു റെസ്പെക്ട് അല്ലേ, ആ റെസ്പെക്റ്റ്. അങ്ങേരെ എന്തിനാ ആ സിഗരറ്റ് വലിച്ചിങ്ങനെ സുഖിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ ആരുമല്ല എൻ്റെ അല്ലേ. ആ ഒരു നിമിഷം സോ ഹാപ്പി. ഞാനൊരു നടിയായതിൻ്റെ ഒരു 1000കണക്കിന് അവാർഡ് കിട്ടിയതുപോലെ തോന്നി എനിക്ക്. സത്യമ്മ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷീലാമ്മയോട് വർത്താനം പറഞ്ഞും എന്താ പറയാ, വിശേഷങ്ങൾ തീരുന്നില്ല. സത്യം പറഞ്ഞാൽ ഷീലാമ്മയെ നോക്കിയിരുന്നിട്ട് തന്നെ എനിക്ക് സമയം തീരുന്നില്ല. പക്ഷെ എന്നാ ചെയ്യാനല്ലേ, നമുക്ക് സമയക്കുറവ് കൊണ്ടും അമ്മ ആഗ്രഹിച്ച ഭക്ഷണം ഞാൻ കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കട്ടെ. അയ്യോ, ഒരു ഫുൾ മീനാ ഇത് വരുന്നേ. ഇത് മുറിച്ചാലില്ലേ അതിന്റെ ഒരു ഭംഗി പോവും. അമ്മയ്ക്ക് ആവശ്യമുള്ള അമ്മ കഴിച്ചാൽ മതി. പക്ഷെ ഞാൻ തരുമ്പോ നിറവോട് അമ്മയ്ക്ക് തരണമല്ലോ. അത് ശരി, അത്രേ ഉള്ളൂ. അമ്മ അതൊന്ന് വളരെ സന്തോഷമുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ കൊതി വരുന്നു. അമ്മയ്ക്ക് നാടൻ ഭക്ഷണത്തോടാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം? അതെ, എനിക്ക് നാടൻ ഭക്ഷണത്തിനോടാണ് ഇഷ്ടം. നാടൻ സ്വീറ്റുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഒരു ബുഫേക്ക് പോയ ആദ്യം കഴിക്കുന്നത് ഡെസേർട്ടാണ്. അത് വയറ് നിറഞ്ഞ പിന്നെ ബാക്കിയൊക്കെ കഴിക്കുള്ളൂ. എനിക്ക് സ്വീറ്റും ഒരു മീനേ കഴിക്കുള്ളൂ, കരിമീൻ മാത്രം കഴിക്കുള്ളൂ. ഫിഷ് ബാക്കി മട്ടനും കഴിക്കില്ല, ചിക്കനും കഴിക്കില്ല. ആക്ച്വലി ഐ എം എ വെജിറ്റേറിയൻ. ചെറുപ്പം മുതലേ എൻ്റെ വെജിറ്റേറിയൻ ആണ്. മീൻ വന്ന് വീട്ടിലുണ്ടാക്കില്ലേ, ഇങ്ങനെ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കും. പൊള്ളിച്ചത് മാത്രം അത് ഉണ്ടാക്കുമ്പോൾ മാത്രം ഒരു കഷ്ണം മതി. അമ്മയ്ക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി. പക്ഷെ എന്നാലും അമ്മ വന്ന് കഴിക്കുമ്പോ എനിക്കൊരു സന്തോഷം. അമ്മയ്ക്ക് വിളമ്പി തരാൻ പറ്റിയത് ശരിക്കും എനിക്കിതൊരു അതിശയമാണോ. ഇങ്ങനെ ഉള്ളിയൊക്കെ നോക്കണം ഞാൻ. അത്ര ഞാനൊരു ലോകത്തായിപ്പോ ഇരിക്കുന്നത്. അപ്പൊ അമ്മ ഒന്ന് കഴിച്ചിട്ട് എന്റെ പ്രേക്ഷകരോട് അഭിപ്രായം. ഈ കരിമീനൊക്കെ ഉണ്ടല്ലോ, സൂക്ഷിച്ച് കഴിക്കണേ. മുള്ളുണ്ടാവും അല്ലേ. അമ്മയ്ക്ക് ഇഷ്ടായോ? വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും ഭയങ്കര സന്തോഷം അമ്മ ഒരു ഇച്ചിരി കഴിച്ചാലും ഉണ്ടല്ലോ. എനിക്ക് ഐ എം ബ്ലെസ്ഡ്. വളരെ നന്നായിട്ടുണ്ട്, ആക്ച്വലി നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് എന്നെ വിളിച്ചതിനും നിങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്റെയും പ്രേക്ഷകർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. താങ്ക് യു അമ്മ. താങ്ക് യു ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ് അമ്മ. താങ്ക് യു. അപ്പൊ അമ്മയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. എവർഗ്രീൻ ഷീലാമ്മയായിട്ട് നമുക്ക് ഇനിയും വേറെ എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങളുമായിട്ട് കേൾക്കാം. പക്ഷെ പുതിയ എപ്പിസോഡ് പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ. Let's cook with love.